Warm greetings, ladies and gentlemen. Welcome to another chapter of Priya Jacobs' Mera Man, My Mind, in association with Contour Backwater Hotel Resort and Convention Center. The aim of our program is to help our senior citizens live their life to the fullest and to give a little bit of knowledge to our younger generation how to support the senior citizens. Senior citizen ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. So, ഇന്നത്തെ ടോപ്പിക് ഈസ് ഹ്യൂമാനിറ്റി ആൻഡ് കെയർ. ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വേൾഡിൽ എത്ര ടെക്നോളജി മുന്നോട്ട് പോയാലും എത്രയെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പോയാലും ഹ്യൂമാനിറ്റി, കെയർ, കൺസിഡറേഷൻ ഇതൊക്കെ നമ്മളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ മാറണം. അല്ല ടെക്നോളജി വളരുന്നവരും നമ്മൾ വലിയ സംഭവമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മളിൽ വളരാതെ the more advanced we go in the world, the more humble we have to be as a human. ഒരു ഹ്യൂമൻ നിലയിൽ നമ്മൾ ഏറ്റവും ഹമ്പിളായിട്ട് വേണം. ആൻഡ് ഒരു കാര്യം എപ്പോഴും ഓർത്തണം, വി ഓൾ നീഡ് ഈച്ച് അതർ. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വേണം. വി നീഡ് ടു സപ്പോർട്ട് ഈച്ച് അതർ. അല്ലാതെ ഒരു ജനറേഷൻ ഞാൻ തന്നെ ഭൂമിയിൽ ജീവിക്കാമെന്ന് വെച്ചാലൊന്നും നടക്കത്തില്ല. വി നീഡ് സീനിയേഴ്സ്, വി നീഡ് അവർ ജൂനിയേഴ്സ്. കൊച്ചു കുട്ടികൾ വേണം, ടീനേജേഴ്സ് വേണം, അഡൾട്ട്സ് വേണം, സീനിയർ സിറ്റിസൻസ് വേണം. ഇതെല്ലാവരോടും ഒന്നിച്ച് ഒരു ഹാർമണിയിൽ കഴിയുമ്പോഴാണ് സൊസൈറ്റി കംപ്ലീറ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ സൊസൈറ്റി ഈസ് നെവർ കംപ്ലീറ്റ്. സോ അതൊക്കെ വെച്ച് വരുമ്പം what I want to tell everyone is that നമ്മുടെ സീനിയർ സിറ്റിസൻസ് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വെച്ച് പല കാര്യങ്ങൾ അവർ മിണ്ടാതിരിക്കുന്നു. പക്ഷെ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന രണ്ട് കാര്യമാണ്, സോഷ്യൽ ഐസൊലേഷനും ലോൺലിനെസ്സും. ഈ രണ്ട് ഇഷ്യൂസാണ് അവർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് സീനിയർ സിറ്റിസൻസ് ഉണ്ട് ഹു ആർ ആക്റ്റീവ് ഇൻ ലോട്ട് ഓഫ് അതർ ആക്ടിവിറ്റീസ് ആൻഡ് ദേ കീപ് ദെയർ ലൈഫ് എൻ്റർടൈൻഡ്. അവർ തന്നെ അവരെ എൻ്റർടൈൻഡ് ആക്കി വെച്ച് അവരുടെ മൈൻഡ് സെറ്റ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് ദേ കീപ് ദംസെൽസ് ഹാപ്പി. അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവരുടെ മക്കളെയോ അവരുടെ സിബ്ലിങ്സിനെയോ വേറെ ആരെയും ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ മാക്സിമം അവർക്ക് ഓടാവുന്നിടത്തോളം കാലം അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ഏറ്റവും നല്ല ഹെൽത്തി മൈൻഡ് സെറ്റിൽ ഓടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു കൂട്ടം ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ഉണ്ട് ഹു ഡോണ്ട് വാണ്ട് ടു കം ഫോർവേഡ്. They don't want to come forward. അവർ മക്കൾ പോയി, മരുമക്കൾ പോയി, കൊച്ചുമക്കളെല്ലാം വേറെ ഓരോ സ്ഥലത്ത്, ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് ഒരിച്ചിരി വിഷമത്തിലിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിളുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് സ്ഥിരം കാണുന്നവർക്കറിയാം, നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ലൈഫിൽ നോർമൽ പീപ്പിളാണ്. നോർമൽ പീപ്പിൾ ഹു ലിവ് എ വെരി ആക്റ്റീവ് ലൈഫ്. അവരുടെയൊക്കെ ലൈഫ് നോർമലാണ്. അവരുടെയൊക്കെ ലൈഫ് കണ്ട് ഈ ഒതുങ്ങിയിരിക്കുന്നവരെ ഒന്ന് എഴുന്നേൽപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ സങ്കടപ്പെട്ടിരിക്കുന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഈ അങ്ങനെ ഇരിക്കുന്നവർക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത്, ഇട്ട് കൊടുക്കുന്നത്. എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾക്ക് എന്ത് കിട്ടും അങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ? നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കുക. ഈ മെസ്സേജാണ് ഞങ്ങൾ ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗസ്റ്റിനെയൊക്കെ നമ്മൾ പല എപ്പിസോഡിലും ഗസ്റ്റ് നോർമൽ ആൾക്കാരവർ വലിയ വലിയ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാത്ത വെറും നോർമൽ പീപ്പിളാണ് നമ്മളുടെ ഗസ്റ്റുകൾ. ബട്ട് ദേ ആർ വെരി ആക്റ്റീവ് ഇൻ ദർ ലൈഫ്. അവരുടെ മൈൻഡ് സെറ്റ് ദേ കീപ് ഇറ്റ് വെരി ഹെൽത്തി. ദേ ഡു ലോട്ട് ഓഫ് സർവീസ് ടു ദ സൊസൈറ്റി. ദേ ഫുൾഫിൽ ദെയർ അംബിഷൻസ്. കൊച്ചു കാലത്ത് അവർക്ക് ഫുൾഫിൽ ചെയ്യാത്ത അംബിഷൻസൊക്കെ അവർ ഫുൾഫിൽ ചെയ്ത് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ലോട്ട് ഓഫ് ആൾക്കാരാണ് നമുക്ക് ഇൻ്റർവ്യൂവിന് വരുന്നത്. സോ ദിസ് ചാപ്റ്റർ കേൾക്കുന്നത് സീനിയർ സിറ്റിസൻസ് മാത്രമല്ലെന്ന് എനിക്കറിയാം. ബാക്കി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സീനിയേഴ്സ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അവരുടെ ലൈഫിൽ. ഒരു സീനിയർ സിറ്റിസൺ ആയി കഴിയുമ്പോൾ ഒരു 65 ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞും കേട്ടുമുള്ള അറിവുകൾ മാത്രം. ഓൾഡ് ഏജിനെ നമ്മൾ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾഡ് ഏജിനെ 65 to 75 is called as young old. Okay, old age തന്നെയാണ്, പക്ഷേ 65 to 75 is called as young old. 76 to 84 is called as middle old. Middle old എന്നാ പറയുന്നത്. Okay,
75 to 84 is called as middle old. And 85 onwards, 85 തൊട്ട് മുകളിലോട്ടുള്ളവരാണ് റിയലി ഓൾഡ് എന്ന് നമ്മൾ പറയുന്നത്. റിയലി ഓൾഡ്. അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരു 65 കഴിഞ്ഞ് ഒരു 70 ക്രോസ് ചെയ്ത് 65 ഒക്കെ നമുക്ക് പിന്നെയും ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ കാരണം നമ്മൾക്ക് ഒരുപാട് എയിൽമെൻറ്റ്സ് ഒക്കെ നമുക്ക് കുറയും. 65 ഒക്കെ ഒരു ഹെൽത്തി ഏജ് ആയിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പറ്റും. പക്ഷെ ഒരു 75 ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് പലർക്കും പല രോഗങ്ങളും പല മേലായികകളും അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, ഡയബറ്റീസ് ആയിട്ട്, ബ്ലഡ് പ്രഷറായിട്ട്, കാറ്ററാക്റ്റ് ആയിട്ടും, ബോൺ ഡെൻസിറ്റി കുറവായിട്ടും, ഒരുപാട് വേദനകളും, എന്താ പറയുന്നത്, ചിലവർക്ക് കേൾവി കുറവായിട്ട്, ഹിയറിംഗ് ലോസ്, കാഴ്ച ശക്തി കുറഞ്ഞ്, അങ്ങനെ ഒരുപാട് മറവി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കയറി വരുന്ന ഏജാണ് ഒരു 70 ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ. 75 ഒക്കെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കയറി വരുന്നതാണ്. അപ്പം ഇവിടെയാണ് ഏറ്റവും സപ്പോർട്ട് അവർക്ക് വേണ്ടിയത്. ചിലവരുണ്ട്, നമ്മളൊരു കാര്യം പറയുമ്പം തന്നെ അവർ കേട്ടെന്ന് വരില്ല. പിന്നെയും എന്താ പറഞ്ഞേ എന്ന് വീണ്ടും ചോദിക്കുന്ന ഒരുപാട് പ്രായം ചെന്നവരുണ്ട്. അത് പിന്നെയും എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവർക്ക് മക്കൾക്കും കൊച്ചുമക്കും ഒക്കെ ദേഷ്യം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല, ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അവരെ ഒരു കോർണറിലേക്ക് ഉന്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ പിള്ളേരിൽ നിന്നും വരുന്നത് എനിക്കറിയാം. ആസ് എ കൗൺസിലർ ഐ നോ ദിസ്. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, നിങ്ങളും കുഞ്ഞായിരുന്നപ്പം ഒരു കാര്യം തന്നെ എത്ര തവണ നിങ്ങളോട് പറയേണ്ടി വന്നിട്ടുണ്ട്? എത്ര തവണ? പക്ഷേ നിങ്ങൾ കുഞ്ഞാന്ന് അത് അതേ കൗതുകത്തോടെ ഈ പേരൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ മേലാത്ത കേൾക്കാൻ പല കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ എത്ര കഷ്ടപ്പെട്ടവർ നിങ്ങളെ പഠിപ്പിച്ച്. ഇത്രയൊക്കെ ചെയ്തിട്ടും പക്ഷെ അവരുടെ ഈ ഒരു സ്റ്റേജിൽ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു അതേ സ്റ്റേജിലാണ് അവരിപ്പം. അവർക്ക് കേൾക്കാൻ ഒക്കുന്നില്ലാതെ വരും, കാഴ്ച കുറയുന്നുണ്ടാവും. ഇതേ സ്റ്റേജിൽ അവർ വരുമ്പം അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് റിക്വയർഡ് ആണ്. അവിടെയാണ് നിങ്ങൾ ക്ഷമ കാണിക്കണം. If they ask you to repeat something, have the patience and repeat it. അവരെ ഒറ്റയ്ക്കല്ല എന്ന് അവർക്ക് ഒരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഇത്രയും നാളും അവർ ജീവിച്ചത് റിഗ്രറ്റ് ചെയ്യും. നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് റിഗ്രറ്റ് ചെയ്യും. അവരൊന്നും പറയത്തില്ല, പേരൻസ് ആണ്, അവരാരും ഒന്നും പറയത്തില്ല, നിങ്ങളെ കേഴ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അവരുടെ ഒരു കണ്ണുനീര് അതിനകത്ത് വരും, ഉറപ്പാണ്. സോ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് കേട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കാതായിട്ട് നിൽക്കുക, അവരുടെ കണ്ണായിട്ട് നിൽക്കുക. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവരെ കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്യേണ്ടത് വെരി മച്ച് റിക്വയർഡ് ആണ്. അവർക്ക് മറവി കാണും, പല കാര്യങ്ങളും മറവി കാണും. എവിടെ സാധനം എടുത്തെന്നറിയത്തില്ല, ചിലപ്പം പല മുഖങ്ങൾ അറിയത്തില്ല. അത് വരും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് മനസ്സിലാക്കി അക്കോർഡിംഗ്ലി നിങ്ങൾ നിൽക്കണം. ഈ മറവിയും കേൾവിയില്ലായ്മയും കാഴ്ചയില്ലായ്മയും ഒക്കെ നമുക്കൊക്കെ വരാൻ പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അന്ന് നമുക്കൊക്കെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ വി ഹാവ് ടു ഹെൽപ്പ് സച്ച് പീപ്പിൾ. ആൻഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പം ഡോണ്ട് തിങ്ക് ദാറ്റ് എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസിനെയോ എൻ്റെ പേരൻസിനെയോ എൻ്റെ ഒരു ഫാമിലിയിലുള്ളവരെ മാത്രമേ ഞാൻ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള അല്ല. നമ്മളുടെ ചുറ്റുവട്ടമുള്ള ഏത് സീനിയർ സിറ്റിസൺസ് ഉണ്ടോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അവർക്കൊക്കെ നമ്മളുടെ ആവശ്യങ്ങളുണ്ട്. അല്ല നമ്മളുടെ ബ്ലഡ് റിലേഷന് മാത്രമല്ല നമ്മളുടെ ആവശ്യമെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം. ദാറ്റ് ഈസ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പലർക്കും നടക്കാൻ മേലാത്ത, അതിൻ്റെ മസിൽസൊക്കെ വീക്കായി നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. നിങ്ങൾ അവരുടെ വാക്കിംഗ് സ്റ്റിക്ക് ആകുക. ബി ദെയർ വാക്കിംഗ് സ്റ്റിക്ക്. സപ്പോർട്ട് ദം, ഹെൽപ്പ് ദം ഔട്ട്. ഏറ്റവും കൂടുതലായിട്ട് ട്രീറ്റ് ദി ഓൾഡർ ജനറേഷൻ വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്റ്റ്. അല്ലാതെ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു മൂലയ്ക്ക് കയറി ഇരിക്കുക എന്ന് പറയുകയല്ല. ട്രീറ്റ് ദം വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ആണ്. അവരോടൊക്കെ സംസാരിക്കാനിരിക്കുക, അവർ പറയുന്നത് കേൾക്കാനിരിക്കുക. ബി ഗുഡ് ലിസണേഴ്സ് ടു ദം. അവരോട് ചോദിക്കണം എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ലൈഫ്, അവരുടെയൊക്കെ നല്ല കാലത്തിലെ ലൈഫ്. When they were in their 20s,
when they were in their 30s, when they were in their 40s, 50s ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്. Talk to them. Listen to what they have to say. Be good listeners. Always be good listeners to all of them. Assist them in maintaining relationships. അവർക്ക് ഈ വീടിനകത്ത് തന്നെ ഇരിക്കുമ്പം അവർക്ക് അവരുടെ തന്നെ ഏജുകാരെയും അവരുടെ റിലേറ്റീവ്സിനൊക്കെ കാണാനൊക്കെ പോകാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. They cannot do that. So what is it that we have to do? Once in a while, എന്നും എപ്പോഴും അല്ല ഞാനിതൊക്കെ പറയുന്നത്, പക്ഷേ once in a while try to take them. നിങ്ങളുടെ വണ്ടിയിൽ അവരെ കൊണ്ടുപോയി കസിൻസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ വീടുകളിൽ കൊണ്ടുപോകും. എന്ത് സന്തോഷം അവർക്ക് തോന്നുന്നറിയാം. നിങ്ങളുടെ കൂടെയുള്ള യാത്ര, അവരുടെ പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് അവരുടെ തന്നെ ഏജിലുള്ള ഫ്രണ്ട്സ് കാണും. ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുപോകണം. അവർക്ക് തന്നെ ചിലപ്പം പോകാൻ ഒക്കത്തില്ലെങ്കിൽ ടേക്ക് ദം വിത്ത് യു ഗൈസ് ആൻഡ് സീ ദ വേ ദേ എൻജോയ് ദ ടോക്ക്. അവർ തമ്മിൽ കാണാതിരുന്നവർ കണ്ടവരും അവർ തമ്മിലൊക്കെ സംസാരിക്കുന്ന ആ ഒരു ടോക്സ് ഉണ്ടല്ലോ, അതൊന്ന് എൻജോയ് ചെയ്യും. നിങ്ങളത് കാണണം. കാരണം ഒരു സ്റ്റേജ് നമുക്കും എല്ലാം അങ്ങനെ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. വി നീഡ് ദ സപ്പോർട്ട് ഓഫ് അവർ യങ്ങർ ജനറേഷൻ. നമ്മുടെ യങ്ങർ ജനറേഷൻ സപ്പോർട്ട് വേണ്ടിക്കൊണ്ട് തന്നെ നമ്മൾ വളരെ ആരോഗ്യത്തോടെ ഒക്കെ നടക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വി ആർ നിയറിങ് ദാറ്റ് ഏജ് എന്നുള്ളത് മറക്കരുത്. സോ വി ഓൾസോ വിൽ നീഡ് സപ്പോർട്ട്. സോ അതുകൊണ്ട് ഇപ്പോഴേ എൽഡേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മളുടെ ഏജിൽ ഓൾഡ് ഏജിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇവർക്ക് വേണ്ടിയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ഇവർക്ക് വേണ്ടി വലിയ എസ്റ്റേറ്റ് മേടിക്കുകയോ വലിയ സ്വർണം മേടിച്ചു കൊടുക്കുക, ഇതൊന്നും അല്ല അവർക്ക് വേണ്ടിയത്. അവരിതെല്ലാം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ചപ്പും ചവറുമായിട്ട് അവർ മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പം അവർക്ക് വെറും ചെറിയ 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 കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് തരുന്നത്. വെറും സ്മോൾ തിങ്സ് ആണ്. നിങ്ങൾക്ക് അവർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ സ്മോൾ തിങ്സ് ഉണ്ട്. അവരുടെ ഗ്രോസറി ഒക്കെ ഒന്ന് എടുത്ത് അടുക്കി വെച്ച് കൊടുക്കുക, അവർക്ക് ചെറിയ ഗിഫ്റ്റ്സ് മേടിച്ചൊക്കെ കൊടുക്കുക. അവരുടെ ഈ ട്രാഷൊക്കെ ഉണ്ടല്ലോ, അവർ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടൊക്കെ അവിടെ ഇവിടെ ഇടുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കച്ചറയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് എടുത്ത് മാറ്റിയൊക്കെ കൊടുക്കുക. അവരുടെ ചെറിയ റിക്വയർമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക. ചെറിയ അവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണോ ചോദിക്കുക. ഷുഡ് ഐ ബൈ യു സംതിങ്? എന്തെങ്കിലും മേടിക്കണുണ്ടോ? ക്യാൻ ഐ ടേക്ക് യു സംവേ? എവിടെയെങ്കിലും കൊണ്ടുപോകണോ? ആസ്ക് വാട്ട് ദേ വോണ്ട് ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ഇതൊക്കെ ചെറിയ തലമുറയ്ക്ക് എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആണ്. ഓർത്തോണം, കൊച്ചു തലമുറയുടെ യങ്ങർ ജനറേഷൻ്റെ സപ്പോർട്ടില്ലാതെ ഓൾഡർ ജനറേഷൻ്റെ ലൈഫ് ഭയങ്കര മിസറബിളാകും. സോ ടേക്ക് കെയർ ഓഫ് ദീസ് പീപ്പിൾ. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻറ്ററാക്ഷൻ, ഈ യങ്ങർ ജനറേഷനായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഓൾഡർ ജനറേഷൻ്റെ കോൺഫിഡൻസ് കണ്ടമാനം ബൂസ്റ്റ് ചെയ്യും. അവർക്ക് ഒക്കെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഈ പിള്ളേരുടെ കൂടെ ഉണ്ട്. അപ്പം ആ പിള്ളേരുടെ വൈബിലേക്ക് ചെല്ലാൻ ഈ ഓൾഡർ ജനറേഷൻ ട്രൈ ചെയ്യും. ആ വൈബിലേക്ക് ചെല്ലാൻ ട്രൈ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, അവരുടെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യും. അവർക്ക് ഹാപ്പിനെസ് കൂടുതൽ വരുമ്പോൾ അവരുടെ ഹോൾ സിസ്റ്റം ഹീൽ ചെയ്യും. അവരൊത്തിരി ചിരിക്കുമ്പം അവർക്ക് ഹെൽത്ത് ഗെയിൻ ചെയ്യുന്നത്. കുറേ ചിരിക്കുകയും വർത്താനം പറയും സന്തോഷിക്കുകയും ചെയ്യുമ്പം അവർക്ക് ഹെൽത്ത് ഗെയിൻ ചെയ്യും. സോ ദീസ് ആർ സ്മോൾ തിങ്സ് ദാറ്റ് വി ക്യാൻ സപ്പോർട്ട് വിത്ത്. അത് എപ്പോഴും ഓർത്തോണം. ഓൾവേസ് ട്രൈ ടു കീപ് ദം ഹാപ്പി സോ ദാറ്റ് അവരുടെ മൊത്തം സിസ്റ്റം തന്നെ സ്ട്രെങ്തൻ ആവും. യു ഗെറ്റ് ഇറ്റ്? ലെറ്റ് ദം ലിവ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദെയർ ലൈഫ് വിത്ത് ലോട്ട് ഓഫ് ഹാപ്പിനെസ്. അതിന് നമ്മളൊക്കെ ഒരു കാരണമായി തീരുന്നെങ്കിൽ ഷുവർലി വി ആർ ഓൾ ബ്ലെസ്ഡ്, ഇല്ലേ? നമ്മുടെ സീനിയർ സിറ്റിസൻസിൻ്റെ ആ ലാസ്റ്റ് ഫേസ്, അവർക്ക് റിയൽ സപ്പോർട്ട് വേണ്ടി ആ ലാസ്റ്റ് ഫേസിൽ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒത്താൽ, അവരൊന്ന് ഹാപ്പി ആക്കാൻ ഒത്താൽ, ചിരിച്ച് എല്ലാ കാര്യങ്ങളും തമാശകളും പറഞ്ഞ് അവരെ ചിരിച്ച് അവരുടെ മേലായികളൊക്കെ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാതെ അതൊക്കെ ഒന്ന് പോട്ടെ, ഇപ്പം ഇതിൻ്റെയൊക്കെ ഈ ഏജിൻ്റെയൊക്കെ ഭാഗമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ നമ്മളുടെ ജനറേഷൻ, യങ്ങർ ജനറേഷൻ വിൽ ബി റിയലി ബ്ലെസ്ഡ്.
ഇപ്പം ഞാൻ എൻ്റെ സീനിയർ സിറ്റിസൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ യങ്ങർ ജനറേഷനുണ്ട്. എന്നെക്കാട്ടിലും യങ്ങറായിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പം നാളെ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്കതൊരു നോളജായിട്ട് കിടക്കും ഇല്ലേ? പലപ്പോഴും നമ്മൾ റോൾ മോഡൽ ആകുമ്പോഴാണ് നമ്മൾക്കും അത് തിരിച്ചു വരുന്നത്. സോ ഐ ഹാവ് ടു ടീച്ച് മൈ യങ്ങർ ജനറേഷൻ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദി ഓൾഡർ ജനറേഷൻ. ആൻഡ് ഇഫ് ഐ ഹാവ് ടു ടീച്ച് ദാറ്റ്, ഐ ഹാവ് ടു ബി എ ഗുഡ് ഡൂവർ ഇല്ലേ? ഞാൻ നന്നായിട്ട് എൻ്റെ സീനിയർ ജനറേഷനെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ എൻ്റെ യങ്ങർ ജനറേഷൻ അത് കണ്ട് എൻ്റെ കാലമാകുമ്പം എന്നെയും ടേക്ക് കെയർ ചെയ്യാൻ ഒക്കുള്ളൂ. ബിക്കോസ് അന്നേരം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് നോളജായിട്ട് വരുള്ളൂ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമ്മളുടെ ഈഗോ, നമ്മുടെ സെൽഫിഷ് മോട്ടീവ്സ് ഒക്കെ കാരണം നമ്മുടെ ഹ്യൂമാനിറ്റി നഷ്ടപ്പെടാതിരിക്കുക. വി ഓൾ നീഡ് ഈച്ച് അതർ, വി നീഡ് പീപ്പിൾ, വി നീഡ് സപ്പോർട്ട്. നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റത്തിനകത്താണ്. വി നീഡ് സപ്പോർട്ട്. സോ ഹ്യൂമാനിറ്റി, കെയർ, ഇതൊക്കെ നമ്മൾ കാണിക്കണം. ദ മോർ യു ഗിവ്, ദ മോർ യു വിൽ ഗെറ്റ് അല്ലേ? കൊടുക്കുന്തോറുമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നും കൊടുക്കാതിരുന്നാൽ തിരിച്ചൊന്നും കിട്ടത്തില്ല. സോ കൊടുക്കുക. നമ്മളുടെ സമയമാകുമ്പം ആരെങ്കിലുമൊക്കെ നമ്മൾക്കത് തിരിച്ചു തരും. So with this, ladies and gentlemen, I have to wind up today's session because we do not have much time ahead. So until we meet next, I truly hope that this has been beneficial. ഈ ഒരു കുറേ ചാപ്റ്റേഴ്സ് ആരുടെയെങ്കിലുമൊക്കെ ലൈഫ് എഴുതി മാറ്റും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ആയി തീരാനായിട്ട് ശ്രമിക്കണം എന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ചിന്തിക്കും. So ladies and gentlemen, I have to wind up now. So until we meet next, this is me, Priya Jacob, signing off with a goodbye.